പാലക്കാട് കുളപ്പുള്ളിയിൽ വ്യാപാരിക്ക് നേരെയുണ്ടായ CITU ഭീഷണിയെ തുടർന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാനതല പ്രക്ഷോഭത്തിലേക്ക്. ഈ മാസം 22-ന് പാലക്കാട് നടക്കുന്ന പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിലെ എല്ലാ യൂണിറ്റ് കേന്ദ്രങ്ങളിലേക്കും പ്രതിഷേധ പ്രകടനം നടത്തും. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് മറ്റു വിവരങ്ങൾ? പാലക്കാട് കുളപ്പുള്ളിയിൽ ഈ CITU പ്രകാശ് സ്റ്റീൽസ് എന്ന സിമന്റ് കട വ്യാപാരിക്ക് നേരെ കഴിഞ്ഞ ഒരു മാസമായി തുടരുന്ന ഭീഷണി, ആ ഭീഷണിയിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാനതല പ്രക്ഷോഭത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്. ഈ മാസം 22-ന് പാലക്കാട് നടക്കുന്ന വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ യൂണിറ്റ് കേന്ദ്രങ്ങളിലും പ്രതിഷേധ പ്രകടനം നടത്തുമെന്നും മുഖ്യമന്ത്രിക്കും തൊഴിൽ മന്ത്രിക്കും വ്യവസായ മന്ത്രിക്കും പരാതി നൽകുമെന്നും വ്യാപാരി വ്യവസായ ഏകോപന സമിതി അറിയിച്ചു. സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഇതിലൊരു പരിഹാരം കാണണം എന്നുള്ളതാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പറയുന്നത്. അതായത് പ്രകാശ് സ്റ്റീൽസ് എന്ന ആ വ്യാപാരിക്ക് കൃത്യമായിട്ട് തന്നെ കോടതിയുടെ അനുമതി ഉണ്ട്. ഈ സിമന്റ് കയറ്റിറക്കുന്നതിനും മറ്റുമൊക്കെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നതിന് കൃത്യമായ കോടതി ഉത്തരവുണ്ട്. അങ്ങനെ കോടതി ഉത്തരവ് ഉണ്ടായിരിക്കുമ്പോഴാണ് CITU ആ സ്ഥാപനത്തിന് മുന്നിൽ കുടിൽ കെട്ടി സമരം നടത്തുന്നതും ആ തൊഴിലാളി ആ വ്യാപാരിയെ കയ്യേറ്റം ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള നടപടികളൊക്കെ ഉണ്ടായത്. അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നിലപാട്. മാത്രമല്ല, ഇതിൽ വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്നും വ്യാപാരി വ്യവസായ ഏകോപന സമിതി പറയുന്നുണ്ട്. കൂടാതെ ഇതിൽ കൂടുതൽ ശക്തമായി, അതായത് സർക്കാർ ഇതിൽ ഇടപെടുകയോ മറ്റോ ചെയ്യാതെ ഈ CITU ഇങ്ങനെ സമരവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കടക്കുമെന്നും സംസ്ഥാന കമ്മിറ്റി അത് അറിയിച്ചു. പാലക്കാട് കുളപ്പുള്ളിയിൽ തന്നെ ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിലാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ശരി, അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.